PSC ക്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ KTET-നുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ലാസ് ആണ് കേട്ടോ. നിങ്ങൾക്കറിയാം KTET നോട്ടിഫിക്കേഷൻ പുതിയത് വന്നിട്ടുണ്ട്. അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്ലൈ ചെയ്യാത്തവരൊക്കെ അപ്ലൈ ചെയ്യുക. എക്സാമും ഏകദേശം വന്നിട്ടുണ്ട്. എക്സാമിന്റെ ഡേറ്റ് തൽക്കാലം പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ട്. സെറ്റിന്റെ എക്സാം ഒക്കെ ആ ഒരു ഡേറ്റിനോട് അനുബന്ധിച്ചായതുകൊണ്ട് KTET-ന്റെ എക്സാം ഡേറ്റ് പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് കൂടുതൽ സമയം ഇനി KTET-ന് പഠിക്കാനായിട്ട് കിട്ടും. എന്നാണ് പുതുക്കിയ എക്സാം ഡേറ്റ് നിലവിൽ ഇതുവരെ അറിയിച്ചിട്ടില്ല. ഉടനെ തന്നെ അറിയിപ്പ് ഉണ്ടാകും. എന്നിരുന്നാൽ കൂടി എക്സാം ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ എക്സ്റ്റെൻഡ് ചെയ്ത് നമ്മളൊരു പോസിറ്റീവ് സൈഡായിട്ട് എടുത്തുകൊണ്ട് മാക്സിമം പഠനത്തെ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ആദ്യമായിട്ടാണ് PSC ക്രൗണ്ട് യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. വീഡിയോക്ക് ലൈക്ക് അടിക്കാനൊന്ന് കമന്റ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. KTET-ന് വേണ്ടി നമുക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പാണ്. ഗ്രൂപ്പിന് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ ടെലിഗ്രാം ചാനൽ പുതിയതായിട്ട് തുടങ്ങിയിട്ടുണ്ട്. KTET PSC-യുടെ ഒക്കെ ക്ലാസ്സുകൾ, എക്സാം ഡേറ്റുകൾ, PSC സംബന്ധമുള്ള ഇൻഫർമേഷൻസ്, കറണ്ട് അഫയേഴ്സിന്റെ സെക്ഷൻസ്, എക്സാമുകളൊക്കെ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ടെലിഗ്രാം ചാനൽ നമ്മൾ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോ കാണുന്ന എല്ലാവരും ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക കേട്ടോ. നിങ്ങൾ ആരെങ്കിലും കാറ്റഗറി 3 and 2 സോഷ്യൽ സയൻസിനോ പഠിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ സോഷ്യൽ സയൻസ് സിലബസ് ബേസിലുള്ള ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് അവൈലബിൾ ആണ്. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്യുക. അതുപോലെ കാറ്റഗറി 3 and 2 സൈക്കോളജിയുടെ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് ലഭ്യമാണ്. അപ്പോൾ സൈക്കോളജിക്ക് വേണ്ടി പഠിക്കാൻ നമ്മൾ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ വേണ്ടവരൊക്കെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കാറ്റഗറി 2-നും 3-ക്കും സൈക്കോളജിക്ക് ഒരുപോലെ ഉപയോഗപ്പെടുത്താവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രധാനമായിട്ടും തിയറീസ് ഓഫ് ലേണിംഗ് ആണ്. നമ്മൾ പറഞ്ഞിരുന്നു കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഗസ്റ്റാൾട്ട് സൈക്കോളജി എന്ന് പറയുന്ന ടോപ്പിക് ആണ് കേട്ടോ പഠിക്കാൻ പോകുന്നത്. അപ്പം ഗസ്റ്റാൾട്ട് സൈക്കോളജിയെ കുറിച്ച് നോക്കാം. സിദ്ധാന്തങ്ങളിലെ ഏറെ പ്രാധാന്യപ്പെട്ടിട്ടുള്ള ചില സിദ്ധാന്തങ്ങളിലേക്കാണ് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ കടക്കാൻ പോകുന്നത്. അതിൽ ആദ്യ സിദ്ധാന്തം എന്നറിയപ്പെടുന്നത് ദ തിയറി ഓഫ് ഇൻസൈറ്റ്ഫുൾ ലേണിംഗ് അഥവാ അന്തർദൃഷ്ടി സിദ്ധാന്തത്തെ കൊണ്ടുവന്നിരിക്കുകയാണ് നമ്മൾ. സോ തിയറി ഇൻസൈറ്റ്ഫുൾ ലേണിംഗ് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ അർത്ഥമാക്കുന്ന ഈ തിയറിക്ക് മറ്റൊരു പേരും കൂടിയുണ്ട്. ദ അനദർ നെയിം ഓഫ് ഇൻസൈറ്റ്ഫുൾ ലേണിംഗ് ഈസ് ഗസ്റ്റാൾട്ട് തിയറി ഓഫ് ലേണിംഗ്. അപ്പോൾ ഇൻസൈറ്റ് തിയറി അഥവാ അന്തർദൃഷ്ടി സിദ്ധാന്തത്തെ അറിയപ്പെടുന്ന മറ്റൊരു പേര് ഗസ്റ്റാൾട്ട് തിയറി ഓഫ് ലേണിംഗ് എന്നതാണ്. അപ്പോൾ ഈ തിയറിയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അന്തർദൃഷ്ടി സിദ്ധാന്തത്തിൻ്റെ ഭാഗമായി തന്നെ നമ്മൾ പഠിക്കേണ്ടുള്ള മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറി കൂടിയുണ്ട്. ഈ തിയറീസുകളെല്ലാം തന്നെ നമ്മൾ കോഗ്നിറ്റീവ് തിയറിയുടെ ഭാഗമായിട്ടാണ് പഠിക്കേണ്ടിയിട്ടുള്ളത്. ആ തിയറിയുടെ പേരാണ് കട്ട്ലവിൻ ഫീൽഡ് തിയറി. എന്നാണ് കട്ട്ലവിൻ കൊണ്ടുവന്ന ഫീൽഡ് തിയറി. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഗസ്റ്റാൾട്ട് തിയറി ഓഫ് ലേണിംഗ്, ഇത് അതർവൈസ് നോൺ ആസ് ഇൻസൈറ്റ്ഫുൾ ലേണിംഗ് തിയറിയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓഫ് ഈ ഒരു തിയറി ഈ ഒരു തിയറി എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ എഡ്യൂക്കേഷൻ ഫീൽഡിലേക്ക് ഫസ്റ്റ് ഓഫ് ഓൾ കടന്നു വന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും വി ഓൾറെഡി ഡിസ്കസ് അബൌട്ട് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളൊരു കാര്യം കൂടിയാണ്, പറഞ്ഞിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. എന്താ പറഞ്ഞാൽ ബിഹേവിയറിസം. അപ്പോൾ ബിഹേവിയറിസത്തിൽ ഫസ്റ്റ് ഓഫ് ഓൾ കൊണ്ടുവന്നിട്ടില്ല പാവ്ലോവും തോണ്ടേക്കും സ്കിന്നറും ഒക്കെ കൊണ്ടുവന്നിട്ടില്ല ദാറ്റ് ദെയർ അപ്രോച്ച് ടുവേഴ്സ് ഇൻ ദ എഡ്യൂക്കേഷൻ ഫീൽഡ് ഓർ ലേണിംഗ് ഫീൽഡ് ഈസ് ടു സേ മോളിക്കുലർ അപ്രോച്ചസ് ടുവേഴ്സ് ദ ലേണിംഗ് ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൽ അവരൊരു മോളിക്കുലർ ആയിട്ടുള്ള സമീപനമാണ് വിദ്യാഭ്യാസ രംഗത്ത് കൊണ്ടുവന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ പഠനത്തെ അല്ലെങ്കിൽ വ്യവഹാര സിദ്ധാന്തങ്ങളിലൂടെ ഇവർ കൊണ്ടുവന്നൊരു മോളിക്യൂറൽ സമീപനത്തെ എന്ന് പറയുന്ന ഒരു പാട്ട് അല്ലെങ്കിൽ നമ്മളൊരു പാട്ടുകളായിട്ട് അല്ലെങ്കിൽ മോളിക്യൂറൽ സമീപനമാണ് നമ്മളവിടെ കണ്ടിട്ടുള്ളത്. ഒരു സൂക്ഷ്മ രൂപങ്ങൾ അല്ലെ നമ്മളൊരു ഓൾ ആൻഡ് അല്ലെങ്കിൽ ഹോളിസ്റ്റിക് ആയിട്ടുള്ളൊരു അപ്രോച്ചസിനെ വി ഹാവ് കനോട്ട് സീൻ ഇൻ ദെയർ ഓൺ ലേണിംഗ് തിയറി. അപ്പോൾ ആ ഒരു തിയറിയിൽ നമ്മൾ എന്തൊരു കാര്യം എടുത്താലും ഒരു ചെറിയ അല്ലെങ്കിൽ വ്യവഹാരങ്ങൾ എടുത്താലും ഒക്കെ തന്നെ ഒരു മോളിക്കുലർ ആയിട്ടുള്ളൊരു അപ്രോച്ചസിനെയാണ് നമ്മളവിടെ കണ്ടിട്ടുള്ളത്. ഇല്ലാതെ നമ്മൾ ഹോളിസ്റ്റിക് ആയിട്ടുള്ളൊരു അപ്രോച്ചസിനെ അല്ലെങ്കിൽ നമുക്ക് ഒരു മൊത്തത്തിലുള്ള ഇപ്പോൾ നമ്മളൊരു കാര്യം പഠിച്ചാൽ തന്നെ ഒരു ഫോർ എക്സാമ്പിൾ ഞാനിവിടെ പറയുന്നത് ആ ഒരു എക്സാമ്പിൾ പറയുമ്പോഴത്തേക്കും ഞങ്ങളുടെ ക്ലാസ്സിൽ ഞങ്ങളിപ്പോൾ കുട്ടികളെയൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ ഒരു ഹിബിസ്കസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളൊരു കാര്യം പഠിക്കുകയാണ് അല്ലേ, ഹിബിസ്കസിനെ കുറിച്ചിട്ട് പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ പഠിപ്പിക്കുന്ന അവസരത്തിൽ നമ്മളൊരു മെയിനായിട്ടുള്ള ഭാഗം, അതായത് ഒരു സമഗ്രമായിട്ടുള്ള ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ചസിനെയാണ് നമ്മളവിടെ കുട്ടികളിലേക്ക് എത്തിച്ചേർക്കേണ്ടത്. അല്ല നമ്മളവിടെ അല്ല ഓൾ ഫോം ഓഫ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ പാർട്ട് ഇൻ ദിസ് തിയറി ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അല്ലെങ്കിൽ ഈ ഒരു തിയറിയിൽ നമ്മൾ എടുത്ത് പഠിക്കുന്ന ഒരു ഭാഗം കൂടെ ഉണ്ട്. ഓൾ ഫോം ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ പാർട്ട്. നിങ്ങൾ സമഗ്രതയാണ് അംശങ്ങളേക്കാൾ അല്ലെങ്കിൽ സമഗ്ര രൂപത്തിൽ നിന്ന് അംശങ്ങളേക്കാൾ ഏറെ പ്രാധാന്യം സമഗ്രമാണ്. അപ്പോൾ സമഗ്രമായിട്ടുള്ള കാര്യം പഠിച്ചിട്ട് വേണം നമ്മൾ പാർട്സുകളിലേക്ക് പോകാൻ. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ ആ ഹിബിസ്കസിനുമായിട്ട് ബന്ധപ്പെടുത്തി പുഷ്പഭാഗങ്ങളൊക്കെ തന്നെ പഠിക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ആ ഹിബിസ്കസിനെ ഷോ ചെയ്ത് കാണിക്കുകയാണ് ചെയ്യുന്നത്. ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ചസ് അവരുടെ മെൻ്റലായിട്ടുള്ള അല്ലെങ്കിൽ ഇൻസൈറ്റിലേക്ക് എത്തിച്ചേരണം. ആ ഇൻസൈറ്റ് എന്ന് പറയുമ്പോൾ അതിനെ അർത്ഥമാക്കുന്ന എന്താ കുട്ടികൾ? നമ്മുടെ കോൺസെപ്റ്റ് രൂപീകരണം, നമ്മുടെ മെൻ്റലി നമ്മുടെ മാനസിക രംഗം രൂപീകരിച്ച്
രൂപീകരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഒരു ക്ഷേത്രത്തിനുള്ളിൽ നിന്നുകൊണ്ട്. ദാറ്റ് ഈസ് ദ എന്താ പറയുന്നത് ഇൻസൈറ്റ് ലേണിംഗ് ഫുൾ തിയറി എന്നാണ് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇൻസൈറ്റ് അഥവാ നമ്മുടെ സമഗ്ര രൂപം, അത് ഇൻസൈറ്റിന് നമ്മൾ അനദർ നെയിം ഈസ് കോൾഡ് ദി, നമുക്കൊരു ഉൾക്കാഴ്ച, നമ്മൾ എന്ത് കാര്യം പഠിച്ചാലും നമുക്ക് അവിടെ ഒരു ഉൾക്കാഴ്ച ഉണ്ടാവണം. മനസ്സിലായില്ല? അപ്പോൾ അതിനെയാണ് നമ്മൾ ഇൻസൈറ്റ്, ആ ധാരണ, ആ ഒരു കോൺസെപ്റ്റ് വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡിങ്. നമ്മളിപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ നമ്മളൊരു ചെറിയൊരു ടോപ്പിക്ക് പഠിക്കുകയാണ്, ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ സം ഒബ്ജക്ട്സ്, എക്സാമ്പിൾ, പ്രിൻസിപ്പിൾസ്, എവറിത്തിങ്. ഇപ്പോൾ ഇങ്ങനെയെല്ലാം നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ എന്താണോ പഠിക്കുന്നത് ആ പഠിക്കുന്ന രൂപത്തിൻ്റെ ആ ഒരു കോൺസെപ്റ്റിനെ പൂർണ്ണമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇല്ലാതെ അതിനൊരു പാർട്ടുകളായിട്ട് പഠിച്ചാലോ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവില്ല. സോ ഗെസ്റ്റാൾഡ് ദ ജർമൻ വേർഡ് വിച്ച് മീൻ ഷേപ്പ് ഓൾ ഓഫ് ഫോം. ഗെസ്റ്റാൾഡ് എന്ന് പറയുന്ന ആ ഒരു പദത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് എന്താണ്? ഷേപ്പ് എന്നോ അല്ലെങ്കിൽ സമ്പൂർണ്ണമെന്നോ ഫോം എന്നോ ഒക്കെയാണ് ആ ഒരു പദത്തിൻ്റെ അർത്ഥമാക്കുന്നത്. ആ പദം എന്താണ്? ഗെസ്റ്റാൾഡ് എന്നറിയപ്പെടുന്ന പദം. അപ്പോൾ ഇൻസൈറ്റ് എന്ന പദവും അല്ലെങ്കിൽ സമഗ്ര രൂപം, ഗെസ്റ്റാൾഡ് എന്ന് പറയുന്നത് അർത്ഥമാക്കുന്നത് എന്താണ്? പഠനത്തിലെ, നമ്മൾ ഗെസ്റ്റാൾഡ് ലോ ഓഫ് ലേണിംഗ് എന്ന് വെച്ചാൽ പഠനത്തിലെ ഒരു സമഗ്രമായിട്ടുള്ള രൂപമാണ് നമുക്ക് ഇവിടെ കിട്ടേണ്ടിയിട്ടുള്ളത്. മനസ്സിലായി? അപ്പോൾ കുട്ടികളുടെ മുന്നിൽ നമ്മളൊരു ചെറിയ ഷോർട്ടസ്റ്റ് ഫോമുകളായിട്ട് പാട്ടുകളായിട്ടൊന്നും അല്ല നമുക്ക് ആ ഇൻസൈറ്റ് അവരിൽ രൂപീകരിക്കേണ്ടത്, ഒരു സമഗ്ര രൂപത്തിലാണ്. സോ ഓൾ ഫോം ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ദ പാർട്ട്. ഇനി ഇതിൻ്റെ പ്രധാനപ്പെട്ട വക്താക്കൾ എന്ന് പറഞ്ഞിട്ടുള്ളത് ആരൊക്കെയാണ്? വെർത്തിമിർ, കോഫ്ക, കോഹ്ലർ. The three German psychologists, they became the proponent of this they are the founders of the Gestalt theory of learning. അപ്പോൾ ആരൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്? മാക്സ് വെബർ, വോൾഫ്ഗാങ് കോഹ്ലർ ആൻഡ് കട്ട് കോഫ്കെ. ഇവരൊക്കെ ആയിരുന്നു ഈ ഒരു അന്തർദൃഷ്ടി സിദ്ധാന്തം, ഐ മീൻ ദാറ്റ് ഇൻസൈഡ് ലേണിംഗ് ഫുൾ തിയറി ഓർ ദ ഗെസ്റ്റാൾട്ട് തിയറിയുടെ ഏറ്റവും പ്രഗത്ഭന്മാരായിട്ടുള്ള സൈക്കോളജിസ്റ്റുകൾ എന്നറിയപ്പെടുന്നു. അപ്പോൾ നമ്മളിവിടെ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത് എങ്ങനെ? നിങ്ങൾ പഠിക്കുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുക്കുന്നത് ഓൾ ഫോം ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ദ പാർട്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ഇനി നമ്മൾ ഇവിടെയും നമ്മൾ ഒരുപാട് എന്താ പറയുന്ന പരീക്ഷണങ്ങളൊക്കെ തന്നെ നടത്തിക്കൊണ്ടാണ് നമ്മൾ ഈ ഒരു സിദ്ധാന്തത്തെ തെളിയിക്കുന്നത്. വി ഹാവ് ലോട്ട് ഓഫ് എക്സ്പെരിമെൻറ്റേഷൻ. നമുക്ക് എങ്ങനെയാണ് ഒരു എക്സ്പെരിമെൻറ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ആനിമൽസ് ഈസ് ലൈക്ക് ചിമ്പാൻസിയുടെ ഒക്കെ തന്നെ സഹായത്തോടു കൂടി കോഗ്ലർ ഇത് ഇൻസൈറ്റ് എങ്ങനെയാണ് ഈ മങ്കിയുടെ, ഈ ചിമ്പാൻസിയുടെ മെൻ്റൽ ഫോമിൽ രൂപീകരിക്കുന്നത് എന്നറിയുന്നതിന് വേണ്ടി. ദ ഇൻസൈഡ് ലേണിംഗ് തിയറി ഈസ് പ്രപ്പോസ്ഡ് ബൈ വോൾഫ്ഗാങ് കോഹ്ലർ. ഈ ഒരു തിയറിയുടെ യഥാർത്ഥ വക്താവ് എന്നറിയപ്പെടുന്ന ആരാ? വോൾഫ്ഗാങ് കോഹ്ലറാണ് അല്ലേ? കോഹ്ലറിനെയാണ് നമ്മൾ ഈ ഇൻസൈറ്റ്ഫുൾ ലേണിംഗ് തിയറിയുടെ പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹമാണ് യഥാർത്ഥത്തിൻ്റെ ഒരു വക്താവ് എന്ന് പറയുന്ന അദ്ദേഹമാണ്. ഇപ്പോൾ ഇവരെല്ലാവരും വോർത്തിമർ, കോഫ്കയൊക്കെ തന്നെ, കോഹ്ലറും ഒക്കെ തന്നെ ഈ ഒരു തിയറിയുടെ പ്രധാനപ്പെട്ട ഈ ഒരു തിയറിയുമായിട്ട് രംഗത്ത് വന്നവരാണെങ്കിൽ കൂടി ഈ തിയറിയുമായിട്ട് ബന്ധപ്പെടുത്തി ഒത്തിരി നിരവധി എക്സ്പെരിമെൻറ്റേഷനൊക്കെ തന്നെ നടത്തിയിട്ടുള്ളത് കോഹ്ലറാണ്. ദ ടേം ഇൻസൈറ്റ് വാസ് ഫസ്റ്റ് കോയിൻഡ് ബൈ കോഹ്ലർ. ഈ ഒരു ടേമിനെ ആദ്യമായിട്ട് വിഭാവന ചെയ്തിട്ടുള്ളത് ആരാ? കോഹ്ലറാണ്. അദ്ദേഹം നിരവധി പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. ടേം ഇൻസൈറ്റ് വാസ് ഫസ്റ്റ് കോയിൻഡ് ബൈ കോഹ്ലർ എക്സ്പെരിമെൻറ്റേഷൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ചിമ്പാൻസി എന്ന ആനിമൽ അല്ലേ? അദ്ദേഹം ഒത്തിരി എന്താ പറയുക എക്സ്പെരിമെൻറ്റേഷനൊക്കെ നടത്തിയിട്ടുള്ളത് ആനിമൽസിൽ ലൈക്ക് ഒരു ചിമ്പാൻസിയിലാണ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ എന്ന് വെച്ചാൽ ഈ ചിമ്പാൻസിയുടെ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദിസ് ചിമ്പാൻസി എങ്ങനെയാണ് ആ ഒരു ആനിമൽ അല്ലെങ്കിൽ വ്യക്തികളിലൊക്കെ തന്നെ ആ ഒരു ഇൻസൈറ്റ്, സഡൻ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ റിലേഷൻ ബിറ്റ്വീൻ പ്രോബ്ലം ആൻഡ് സൊല്യൂഷൻ. ദാറ്റ് മീൻസ് ഇൻസൈറ്റ്. നമ്മളിപ്പോൾ ഒരു പ്രശ്നം കിട്ടിയാൽ ആ പ്രശ്നത്തെ ഹൗ ക്യാൻ വി അണ്ടർസ്റ്റാൻഡിങ് ഇൻ യുവർ ബ്രെയിൻ ആൻഡ് ഹൗ ക്യാൻ വി അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് മനസ്സിലാക്കി ഹൗ ക്യാൻ വി ഗെറ്റ് എ റിലേഷൻ ബിറ്റ്വീൻ ദാറ്റ് പ്രോബ്ലം ആൻഡ് സൊല്യൂഷൻ. അങ്ങനെ ഇമ്മീഡിയറ്റ് സൊല്യൂഷൻ ദാറ്റ് പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മുടെ കൊഗ്നിറ്റീവിലേക്ക് ആ ഒരു പ്രശ്നത്തിൻ്റെ ഉത്തരം വളരെ സഡൻലി നമ്മളിലേക്ക് എത്താണ്. നമ്മളിങ്ങനെ ഫോർ എക്സാമ്പിൾ ഇൻ യുവർ ക്ലാസ് റൂം ടീച്ചർ ഗീവ് മീ എ ലോട്ട് ഓഫ് പ്രോബ്ലംസ് ഇൻ മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് നമുക്ക് തരുവാണ് ദാറ്റ് ടൈം. അപ്പം നമുക്ക് ആ പെട്ടെന്ന് തന്നെ ആ ഒരു പ്രോബ്ലത്തിൻ്റെ ആൻസർ നമുക്ക് എത്തിച്ചേർന്നില്ല. അപ്പം നമ്മൾ ഇങ്ങനെ ഒത്തിരി വഴികളിലേക്ക് നമ്മൾ ആരായും. സഡൻലി വി ഗെറ്റ് ദ ആൻസർ ഓഫ് ദാറ്റ് ക്വസ്റ്റ്യൻ. നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഓടിയെത്തും, ഒരു മിന്നൽ, ഇത് ലൈറ്റനിങ് പോലെ. അങ്ങനെ ആ ഓടിയെത്തുന്ന ആ ധാരണ വിളിക്കുന്ന പേരാണ് എന്തെന്നറിയപ്പെടുന്നത്? ദാറ്റ് മീൻസ് ദാറ്റ് ഇൻസൈറ്റ്. മനസ്സിലായി? ദ ഇൻസൈറ്റ് ലേണിംഗ് ഈസ് ദ സഡൻ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രോബ്ലം, എന്താണോ പ്രോബ്ലം, ആ പ്രോബ്ലവും സൊല്യൂഷനും തമ്മിലുള്ള റിലേഷൻ ബിറ്റ്വീൻ ബോത്ത് ഓഫ് ദം. മനസ്സിലായില്ല? ഇതിനാണ് നമ്മൾ എന്തൊക്കെയാണോ ധാരണ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഓടിയെത്തുന്നത്, അതിനെയാണ് നമ്മൾ ഇൻസൈറ്റ് എന്നറിയപ്പെടുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഈ കോഹ്ലർ അദ്ദേഹത്തിൻ്റെ ഒരു സുൽത്താൻ എന്നറിയപ്പെടുന്ന ഒരു ചിമ്പാൻസിയിൽ അദ്ദേഹം ഒത്തിരി പരീക്ഷണങ്ങളൊക്കെ തന്നെ നടത്തിയിട്ടുണ്ട്. ഇത് ഫസ്റ്റ് എക്സാമിന് ആ ഒരു എക്സ്പെരിമെൻറ്റേഷനാണ് കാണിച്ചിരിക്കുന്നത്. ആ ഫസ്റ്റ്
ആദ്യത്തെ എക്സ്പെരിമെൻറ്റേഷനിലേക്ക് നിങ്ങൾ എ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഫസ്റ്റ് ഓഫ് ഓൾ അവിടെ ആ ചെയ്തിരിക്കുന്ന എന്താണ്, ആ നമ്മുടെ ദ കോഗ്ലർ എന്നറിയപ്പെടുന്ന ചിമ്പാൻസി വിത്ത് ദ ഹെൽപ്പ് ഓഫ് എന്താ പറയുന്ന ഒരു വടിയുടെ സഹായത്താൽ അവൻ ആ ബനാന ഇങ്ങനെ കൈക്കലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല, അപ്പോൾ അവൻ്റെ ഉദ്ദേശം എന്താണ്, എങ്ങനെയെങ്കിലും ആ ബനാന കൈക്കലാക്കുക എന്നുള്ളതാണ്. അങ്ങനെ ആദ്യ തവണ അവനിങ്ങനെ എന്താ പറയുന്നത്, ഒരു ചെറിയ സ്റ്റിക്ക് വെച്ചിട്ട് അവൻ പിന്നെ ആ ബനാന കൈക്കലാക്കാൻ ശ്രമിച്ചു, നടന്നിട്ടില്ല. സെക്കൻഡ് ടൈം അവൻ ഒന്നുകൂടി വിചാരിച്ചു, അവൻ അണ്ടർസ്റ്റാൻഡിങ് ചെയ്തുകൊണ്ട്, എന്ന് വെച്ചാൽ ഈ ബനാനയും ഈ എന്താ പറയുന്ന അവൻ്റെ മീൻസ് ആ സ്റ്റിക്കും തമ്മിൽ ഇവിടെ എന്താ എന്തിന് ഇടയായി ഉണ്ടായിട്ടുണ്ട്, അവൻ്റെ മനസ്സിൽ ഒരു മിന്നൽ മായം അല്ല ഒരു ചിന്തനത്തിനിടയായി. എന്ന് വെച്ചാൽ അവൻ ഈ പ്രശ്നത്തെ മനസ്സിലാക്കി എങ്ങനെ എനിക്കിത് വശത്താക്കാൻ, ഈ ബനാന എനിക്ക് സ്വന്തമാക്കാൻ കഴിയും. അപ്പോൾ അവനിങ്ങനെ ഒത്തിരി അവനെക്കുറിച്ച് ഇൻസൈറ്റുകൾ ചിന്തിച്ചു തുടങ്ങണം അല്ലേ. അപ്പം അവൻ ഫസ്റ്റ് ഓഫ് ഓൾ അവന് ആദ്യത്തെ പരീക്ഷണത്തിൽ ഒരു വടി കിട്ടി അല്ലേ. അപ്പോൾ ആ ചിമ്പാൻസിക്ക് ഒരു കൂട്ടിൽ അടച്ചിട്ടിരിക്കുകയാണ് ഈ ചിമ്പാൻസി, നിങ്ങൾ കാണുന്നുണ്ട്. അവൻ ഒരു കൂട്ടിൻ്റെ അകത്ത് അടച്ചിട്ടിരിക്കുകയാണ്. എന്നിട്ട് എഴുതാനും കുറച്ച് വാഴപ്പഴങ്ങളൊക്കെ വെച്ച് കൊടുത്ത് അവനിങ്ങനെ അസ്വസ്ഥത, അവൻ എങ്ങനെയെങ്കിലും അത് കൈക്കലാക്കാൻ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കണം. അങ്ങനെ അവന് ആ വാഴപ്പഴത്തിൻ്റെ സ്ഥാനം കണ്ടെത്തി. ആ വാഴപ്പഴത്തിൻ്റെ സ്ഥാനവും പിന്നെ അവനും തമ്മിൽ ഒരു സുൽത്താന് അവൻ്റെ കയ്യിലിരിക്കുന്ന വടിയും അല്ലേ, ആ വടിയും വാഴപ്പഴത്തിൻ്റെ സ്ഥാനവും തമ്മിലുള്ള ഒരു എന്താ പറയുന്ന ആ ഒരു സ്ഥാനം, ആ ഒരു ബന്ധം, ആ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ബോത്ത് പറഞ്ഞില്ലേ, ആ റീസൺ എന്താണ് അതിൻ്റെ സൊല്യൂഷനും തമ്മിലൊരു ബന്ധം, അവൻ്റെ റിലേഷൻഷിപ്പ് അണ്ടർസ്റ്റാൻഡിങ്, ആ ഒരു സിറ്റുവേഷൻ അവൻ അണ്ടർസ്റ്റാൻഡിങ് ചെയ്തു. അങ്ങനെയാണ് ആദ്യം അവൻ ശ്രമിച്ചിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ പരീക്ഷണത്തിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ആദ്യത്തെ ആ വലിയ ഒരു വടി മാത്രമല്ലേ ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ ആ ഒരു വടി ഉപയോഗിച്ചിട്ട് അവന് ലഭിച്ചില്ല. അപ്പം വിചാരിച്ചു 2 സ്റ്റിക്കുകൾ ഒരുമിച്ച് ചേർത്ത് വെച്ചുകൊണ്ടല്ലേ നമുക്കൊന്ന് പ്രയോഗിക്കാമെന്ന്. അങ്ങനെ അടുത്ത നെക്സ്റ്റ് ഒരു ഇൻസൈറ്റ് അവനിലേക്ക് വന്നു. അങ്ങനെ എന്ത് ചെയ്തു, അപ്പോഴവൻ ആ പ്രശ്നത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് പെട്ടെന്ന് അവൻ്റെ മനസ്സിലേക്ക് സഡൻലി ഒരു ലൈറ്റനിങ് പോലെ അവൻ്റെ മനസ്സിലേക്ക് ഒരു ആശയം, സം ഇൻസൈറ്റ് ഈ ഫോംഡ് ഇൻ ഹിസ് ഓൺ ബ്രെയിൻ. അപ്പോൾ അല്ലേ അവൻ്റെ മനസ്സിലേക്ക് ആ ഒരു ഇൻസൈറ്റ് പെട്ടെന്ന് തന്നെ ഒരു കോൺസെപ്റ്റ് പെട്ടെന്ന് തന്നെ ഇങ്ങനെ രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 2 കമ്പുകൾ കോർത്ത് വെച്ച് കഴിഞ്ഞാൽ ബനാന എനിക്ക് കിട്ടുമെന്ന്. എന്നിട്ട് മനസ്സിലായി അപ്പോൾ കുറച്ചുകൂടി നീളമുണ്ട്. അപ്പോൾ നമുക്ക് ആ 2 വടികൾക്ക് പകരം ഒന്നുകൂടി അവൻ ശ്രമിക്കൂ എന്നുള്ളതാണ്. അതായത് ഒരു വടിയുടെ ആ നീളം ഒന്നുകൂടി ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ഇവിടെ നമ്മൾ വടി വെച്ചിട്ട് അതായത് ഇവിടെ കൂട്ടിൻ്റെ അകത്ത് അടക്കി വെച്ചിരിക്കുന്ന ചിമ്പാൻസി തൻ്റെ വടിയുമായിട്ട് ബന്ധപ്പെടുത്തി വടിയും ആ ബനാനയും തമ്മിലുള്ള ബന്ധം സ്ഥാപിച്ചെടുക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഇതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതേ ഇവിടെ ഈ ഒരു എക്സ്പെരിമെൻറ്റേഷൻ മാത്രമല്ല നടത്തിയിട്ടുള്ളത്. എന്തായാലും ലാസ്റ്റിലി ആ ചിമ്പാൻസിക്ക് ആ ബനാന സ്വന്തമാക്കാൻ കഴിഞ്ഞു. മനസ്സിലായല്ലോ, വളരെ പെട്ടെന്ന് തന്നെ. ഇവിടെ ഞാൻ ഈ ഒരു എക്സ്പെരിമെൻറ്റേഷൻ നിങ്ങളിലേക്ക് എത്തിച്ചതിൻ്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലാവില്ല. എങ്ങനെയാണ് നമുക്ക് ഈ ഒരു സഡൻ ഇൻസൈറ്റ് നമ്മുടെ ബ്രെയിനിലേക്ക് സ്റ്റോർ ചെയ്ത് പെട്ടെന്ന് അണ്ടർസ്റ്റാൻഡിങ് ചെയ്ത് എടുക്കുന്നത്. ഇപ്പോൾ ചിമ്പാൻസിയെ തന്നെ നോക്കൂ, ആദ്യത്തെ പരീക്ഷണത്തിൽ അവനൊന്നും മനസ്സിലായി. സെക്കൻഡ് ആയപ്പോൾ അവന് പെട്ടെന്നൊന്ന് ആലോചിച്ചു, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഈ ബനാന സ്വന്തമാക്കാൻ കഴിയും. അങ്ങനെ പല എക്സ്പെരിമെൻറ്റേഷനിലൂടെ ലാസ്റ്റ് അവൻ അത് സ്വന്തമാക്കുകയുണ്ടായിട്ടുണ്ട്. അങ്ങനെ ആ ഇൻസൈറ്റ് അവനിലേക്ക് ഇങ്ങനെ വന്ന് വരികയാണ് ചെയ്യുന്നത്. അങ്ങനെ അവൻ ആ പ്രശ്നത്തിനെ സോൾവ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നിരവധി എക്സ്പെരിമെൻറ്റേഷൻസുകൾ അദ്ദേഹം എന്ത് ചെയ്തു, ഇവിടെ നടത്തുകയുണ്ടായിട്ടുണ്ട് നിരവധി. അപ്പോൾ രണ്ടാമതൊരു എക്സ്പെരിമെൻറ്റേഷൻ അവിടെ അദ്ദേഹം കാണിച്ചിരിക്കുകയാണ്. അതായത് നമ്മളിവിടെ നേരത്തെ തറയിൽ കിടക്കുന്നതിന് പകരം ഇവിടെ കെട്ടിത്തൂക്കിയിട്ടിരിക്കുകയാണ് ബനാന അല്ലേ. അവന് അടുത്ത നെക്സ്റ്റ് ഒരു പരീക്ഷണത്തിൽ കെട്ടിത്തൂക്കിയിട്ടിരിക്കുകയാണ്. അപ്പോൾ അവനെ ആ ഒരു അവനെ ഒരു എന്താ പറയുന്നത് കൂട്ടിൻ്റെ അകത്ത് അടച്ചിട്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ആ കൂട്ടിൻ്റെ അകത്ത് തൊട്ടടുത്തായിട്ട് എന്താ പറയുന്നത് കുറച്ച് പെട്ടികളൊക്കെ വെച്ചിരുന്നിട്ടുണ്ടായിരുന്നു അല്ലേ, ബോക്സുകളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ബോക്സിൻ്റെ അകത്തിട്ട് അവന് കയറിയിരുന്ന് ആ ബനാന സ്വന്തമാക്കാൻ ശ്രമിച്ചു, നടന്നില്ല. പിന്നെ ഒത്തിരി ഉയരത്തിലായിരുന്നു ബനാന കെട്ടിയിട്ടിരുന്നത്. അങ്ങനെ അടുത്തൊരു ബോക്സും കൂടെ വച്ചു. അവൻ കുറച്ചൊക്കെ ബനാന പിടിച്ചെടുക്കാൻ ശ്രമിച്ചു. മൂന്നാമത്തെ പരീക്ഷണത്തിൽ അവൻ അത് സാധിച്ചു. ഇവിടെ മാത്രമല്ല, നമ്മുടെ ആ ബോക്സിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു സ്റ്റിക്കും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ എന്ത് ചെയ്തു, ആ ബോക്സുകൾ അടുക്കി മുകളിലേക്ക് വെച്ചു. ഉയരത്തിനനുസരിച്ച്, ബനാനയുടെ ഉയരത്തിനനുസരിച്ച് ബോക്സുകൾ വെച്ച് തൊട്ടടുത്ത് കിടക്കുന്ന സ്റ്റിക്ക് എടുത്തു, ആ ബനാന എടുത്തു. മനസ്സിലാവുന്നല്ലോ, ഇങ്ങനെ അവന് ബനാന സ്വന്തമാക്കാൻ കഴിഞ്ഞു. ഇപ്പോൾ ഇവിടെ സാധിക്കുന്ന എന്താണ്, ആ ബനാനയും ഈ പറയുന്ന ബോക്സും തമ്മിലുള്ള സ്ഥാനം അവന് മനസ്സിലാക്കി. ഇവിടെ ഒരു സ്ഥാനം ഉണ്ടല്ലോ നേരത്തെ പറഞ്ഞതുപോലെ. അപ്പോൾ അവൻ അസ്വസ്ഥനായിക്കൊണ്ടിരുന്നു. ആദ്യത്തെ ഈ ബനാന സ്വന്തമാക്കുന്നത് പോലെ അത് ശ്രമിച്ചുകൊണ്ടേ ഇരുന്നത് പറ്റിയില്ല. പിന്നെ അവൻ ആ ഒരു വടി കണ്ടെത്തി. ഫസ്റ്റ് പരീക്ഷണത്തിൽ ഒരു വടി കണ്ടെത്തി. അങ്ങനെ ആ വാഴപ്പഴത്തിൻ്റെ സ്ഥാനവും, വാഴപ്പഴം എവിടെയാണോ ആ ഒരു ബനാനയുടെ സ്ഥാനവും ഈ വടിയും തമ്മിലൊരു ഒരു ബന്ധത്തിന് ഇടയാക്കിയിട്ടുണ്ടായി അല്ലേ. അവിടെ ഒരു ബന്ധം കണ്ടെത്തി, ഒരു സ്ഥാനവും തമ്മിലൊരു ബന്ധം അവൻ സ്ഥാപിച്ചെടുത്തു.
അവിടെ അവനൊരു അതെങ്ങനെ സ്ഥാപിച്ചെടുക്കണമെങ്കിൽ അവന് ഇൻസൈറ്റ് രൂപീകരിക്കണം, അവന് പെട്ടെന്നൊരു ബോധം അവൻ്റെ മനസ്സിലേക്കൊരു കോൺസെപ്റ്റ് രൂപീകരിക്കണം. അങ്ങനെ ആയിരുന്നു അവൻ എന്ത് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഞാൻ ഒത്തിരി പരീക്ഷണങ്ങളാണ്, ഈ പരീക്ഷണത്തിലൂടെ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദീസ് എക്സ്പെരിമെൻറ്റേഷൻ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് പെട്ടെന്ന് ഒരു കുട്ടിയുടെ, നമ്മൾ ആസ് എ ടീച്ചർ എന്നുള്ള നിലയിൽ ഇൻ യുവർ ക്ലാസ് റൂം, നമ്മുടെ ക്ലാസ് റൂമിൽ ഇരിക്കുന്ന കുട്ടികൾക്ക് നിങ്ങൾ പഠിപ്പിക്കുന്ന സബ്ജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇൻസൈറ്റ്, ഏത് സബ്ജക്റ്റുകളോ ഏതൊരു കോൺസെപ്റ്റോ ഒബ്ജക്റ്റുകളോ ഒക്കെ തന്നെ നിങ്ങൾ കൊടുത്താൽ എന്താ പറയുക, അവർക്ക് ഇൻസൈറ്റ് ലഭിക്കണം. ഇല്ലാതെ നമ്മളിപ്പോൾ ഒരു ബിഹേവിയറിസ്റ്റ് അപ്രോച്ചസിൽ നമ്മൾ കണ്ടിട്ടുള്ള ഒരു പാട്ടുകളായിട്ട് അല്ല നമുക്ക് അവിടേക്ക് കൊടുക്കേണ്ടിയിട്ടുള്ളത്. നമുക്കൊരു പൂർണ്ണമായിട്ടുള്ള ചിത്രം അവനിലേക്ക് എത്തിക്കട്ടെ, അല്ലേ? അപ്പോൾ ഇതാണ് ഇവിടെ. അങ്ങനെ ആ ഒരു പൂർണ്ണമായിട്ടുള്ള ചിത്രം നമുക്ക് അവനിലൂടെ എത്തിച്ചെങ്കിൽ മാത്രമേ അവർ ഇൻസൈറ്റ് രൂപീകരിക്കാൻ അവന് കഴിയത്തുള്ളൂ എന്നുള്ളതാണ്. ഓക്കെ ആണല്ലോ. ദെൻ ഇനി നമുക്ക് ഗസ്റ്റാൾട്ട് തിയറി പഠിക്കുമ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട കുറച്ച് ലോസുകളുണ്ട്. ആ ലോകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, അല്ലേ? അപ്പോൾ നമ്മൾ ഇവിടെ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദിസ് ഗസ്റ്റാൾട്ട് തിയറി ദ സൈക്കോളജി സേ അബൌട്ട് ഇൻ ദിസ് തിയറി, ഈ ഒരു തിയറിയുടെ ഭാഗമായിട്ട് അവർ പറഞ്ഞിട്ടുള്ള ഇത്രയുമാണ്. നമുക്ക് ഹോളിസ്റ്റിക് ആയിട്ടുള്ള അപ്രോച്ചസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ദാൻ പാർട്ട്, അല്ലെങ്കിൽ ഹോളിസ്റ്റിക് മീൻസ് ഓൾ ആയിട്ടുള്ള സമ്പൂർണ്ണമായിട്ടുള്ള കാര്യമാണ് നമുക്ക് വേണ്ടത് പാർട്ടിനെക്കാട്ടിലും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് നിയമങ്ങൾ, കുറച്ച് ലോകൾ ഗസ്റ്റാൾട്ട് തിയറി അല്ലെങ്കിൽ തിയറിയുടെ ഭാഗമായിട്ട് സൈക്കോളജിസ്റ്റ് മുന്നോട്ട് വയ്ക്കേണ്ടതായിട്ടുണ്ട്. അതായത് നമുക്ക് ഈ ഒരു ലോ നമുക്ക് വേണ്ടത് എവിടെയാണ്, നമ്മുടെ പഠന മേഖലയിൽ, അല്ലേ? അല്ലെങ്കിൽ ഈ ഗസ്റ്റാൾട്ട് ലോ ഓഫ് ലേണിംഗ് ഈസ് കണക്റ്റഡ് ഇൻ യുവർ ലേണിംഗ് പ്രോസസ്സ്. നമ്മുടെ ലേണിംഗ് പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് ഈ ഗസ്റ്റാൾട്ട് ലോസിനെ നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാൻ കഴിയും, അതാണ് ഈ ലോയും തമ്മിലുള്ള നമ്മുടെ എഡ്യൂക്കേഷൻ തമ്മിലുള്ള ബന്ധം എന്നുള്ളത്. ദ ഓർഗനൈസേഷൻ ഓഫ് സ്റ്റിമുലി ഇൻ ദ പെർസെപ്ഷൻ അറ്റ് ദ ഫീൽഡ്, നമ്മുടെ പ്രത്യക്ഷണത്തിൽ ആ ഒരു സ്റ്റിമുലി രൂപപ്പെടുന്ന ടേക്ക് പ്ലേസ് അക്കോർഡിംഗ് വിത്ത് 4 ലോസ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി, അതായത് നാം ചോദകങ്ങളെ നമ്മുടെ പ്രത്യക്ഷണത്തിനൊത്ത് എന്ത് ചെയ്യണം, നമ്മൾ വർഗീകരിക്കണം. നമുക്ക് ലഭിക്കുന്ന ചോദകങ്ങൾ സ്റ്റിമുലസിനെ നമ്മുടെ പെർസെപ്ഷനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, വർഗീകരിക്കണം. ആ വർഗീകരിക്കണമെങ്കിൽ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദീസ് 4 ലോസ്, അല്ലേ? ചോദകങ്ങളെന്ന് വെച്ചാൽ സ്റ്റിമുലസുകളാണ്, നമുക്കറിയാമല്ലോ. അപ്പോൾ നമുക്ക് കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ലഭ്യമാകുന്ന വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദി സ്റ്റിമുലസ്, ഈ സ്റ്റിമുലസുകൾ നമ്മുടെ ചോദകങ്ങളെ നമ്മുടെ പ്രത്യക്ഷണത്തിനനുസരിച്ച് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദിസ് പ്രെസിഷൻ ഫീൽഡ് ടേക്ക് പ്ലേസ് ഇൻ അക്കോർഡിംഗ് വിത്ത് ദ 4 ലോസ്, പ്രത്യക്ഷണത്തൊത്ത് നമ്മൾ വർഗീകരിക്കണമെങ്കിൽ ഈ 4 ലോസുകൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ദ ഫസ്റ്റ് ലോ എന്നറിയപ്പെടുന്ന ലോ ഓഫ് സിമിലാരിറ്റി, ലോ ഓഫ് പ്രോക്സിമിറ്റി, ലോ ഓഫ് ക്ലോസർ ആൻഡ് ലോ ഓഫ് കണ്ടിന്യൂയിറ്റി. അപ്പോൾ ലോ ഓഫ് സിമിലാരിറ്റിയിൽ ഇവിടെ പറയുന്നത്, നമുക്ക് ഈ ഒരു ചിത്രങ്ങളിലേക്ക് നോക്കാം വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദിസ് ഇലിസ്ട്രേഷൻ. സോ ദ ഐറ്റം ദ ആർ സിമിലർ ടു ദ ഗ്രൂപ്പ് ടുഗദർ. അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് ഐറ്റംസുകൾ ഇങ്ങനെ കാണിച്ചിരിക്കുകയാണ്, പല തലത്തിലുള്ള കുറച്ച് ചിത്രങ്ങൾ ഇങ്ങനെ കാണിച്ചിരിക്കുകയാണ്. റൗണ്ട് ഷേപ്പിലും ട്രയാങ്കിൾ ഷേപ്പിലും ഒക്കെ കൊണ്ട് വിവിധ ചിത്രങ്ങളാണ്. ആക്ച്വലി നമ്മൾ ആ ഒരു സിമിലാരിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും ഐറ്റംസ് ആർ സിമിലർ ടെൻഡ് ടു ഗ്രൂപ്പ്ഡ് ടുഗദർ, പക്ഷേ അതിനെ ഗ്രൂപ്പ് ചെയ്ത് നടത്തിയിരിക്കുകയാണ്. ദി സിമിലാരിറ്റി മൈറ്റ് ഡിപ്പെൻഡ് ഓൺ റിലേഷൻഷിപ്പ് ഓഫ് ഫോം, കളർ, സൈസ്, ബ്രൈറ്റ്നസ്. ഇപ്പോൾ ഇവിടെ നമ്മളിത് ഈ ഒരു സിമിലാരിറ്റി നമ്മൾ മനസ്സിലാക്കുന്നത് അതിൻ്റെ കളർ വെച്ചിട്ടും അതിൻ്റെ ഷേപ്പ് വെച്ചിട്ടും ഒക്കെയാണ്, അതിൻ്റെ ബ്രൈറ്റ്നസ് വെച്ചിട്ടൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ സിമിലാരിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ഈ ചിത്രത്തിൽ നമ്മളിപ്പോൾ ഈ ചിത്രത്തിൽ എന്ത് ചെയ്യുന്നതാണ്, നമ്മൾ വ്യത്യസ്ത തരത്തിലുള്ള ചില എന്താ പറയുന്നത് ട്രയാങ്കിളെയും ത്രികോണങ്ങളെയും കുറച്ച് സർക്കിളിനെയൊക്കെ തന്നെ കാണിച്ചിരിക്കുകയാണ്. പക്ഷേ നമ്മൾ ഇത് വ്യത്യസ്ത തലത്തിലുള്ളതാണ് എങ്കിലും നിങ്ങൾ അതാണ് മനസ്സിലാക്കേണ്ടത്, വ്യത്യസ്ത തലത്തിലുള്ള വിവിധങ്ങളായിട്ട് കാണിച്ചിരുന്നു എങ്കിലും നമ്മൾ ഇതിനെ ഒരു പൂർണ്ണമായിട്ടുള്ളൊരു ചിത്രത്തിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത്, അല്ലേ? നമ്മൾ ഈ ചിത്രത്തിലെ ഒരു എന്താ പറയുന്നത്, ഈ ചിത്രങ്ങളെ നമ്മൾ പലതരത്തിൽ കാണുന്നുവെങ്കിൽ നമുക്കിവ ഒറ്റ ഗ്രൂപ്പായിട്ടാണ് നമ്മൾ ചിത്രീകരിക്കുന്നത്. മനസ്സിലാവുന്നല്ലോ? സിമിലർ ടെൻഡ് ടു ഗ്രൂപ്പ്ഡ് ടുഗദർ ഐറ്റം ദർ ആർ സിമിലർ ടെൻഡ് ടു ഗ്രൂപ്പ്ഡ് ടുഗദർ. അതായത് നമുക്കിവിടെ വേണ്ടിയിട്ടുള്ളത് ഒരു ചോദക സംഘത്തിൻ്റെ അംശങ്ങളെ സമാനമായിട്ട് കാണാൻ ശ്രമിക്കുന്നു. ഇവിടെ ഒരു സ്റ്റിമുലികളാണ്, ആ ചോദക സംഘത്തിൻ്റെ അംശങ്ങളെ നമ്മൾ എന്ത് ചെയ്യും, ആ അംശങ്ങളെ സമാനമായിട്ട് നമ്മൾ പ്രത്യക്ഷണത്തിന് വിധേയമാക്കുന്നു. അതാണ് അത് ഐറ്റം ദർ ആർ സിമിലർ ടെൻഡ് ടു ഗ്രൂപ്പ്ഡ് ടുഗദർ. ദ സിമിലാരിറ്റി മൈറ്റ് ഡിപ്പെൻഡ് ഓൺ, ആ സിമിലാരിറ്റി നമ്മൾ എങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്, റിലേഷൻഷിപ്പ് ഓഫ് ഫോം, കളർ, സൈസ് ആൻഡ് ബ്രൈറ്റ്നസ്. ഇതിനെയാണ് ലോ ഓഫ് സിമിലാരിറ്റി എന്നറിയപ്പെടുന്നത്. അപ്പോൾ വ്യത്യസ്ത തരത്തിലുള്ള ഈ ചിത്രങ്ങളെ നമ്മൾ ഒരു കോണുകളായിട്ട് അല്ലെങ്കിൽ ഒറ്റ ചിത്രമായിട്ട് നമ്മൾ വ്യാഖ്യാനിച്ചല്ലേ എടുക്കുന്നത്. വിവിധ തരങ്ങളാണ്, വിവിധ ഷേപ്പുകളാണ് കാണിച്ചിരിക്കുന്നതെങ്കിലും നമ്മുടെ ചിത്രത്തിൽ നമ്മൾ അവരുടെ പരസ്പര ബന്ധം കണ്ടെത്തുന്നു. അതാ പറയുന്നത്, നമ്മൾ ആ ചിത്രത്തിൻ്റെ പരസ്പര ബന്ധം കണ്ടെത്തി, അങ്ങനെ കണ്ടെത്തുന്നത് എങ്ങനെയാണ്, അതിൻ്റെ കളറും സൈസും റേറ്റിനൊക്കെ വെച്ചിട്ട് നമ്മളൊരൊറ്റ ചിത്രമായിട്ട് ഇതിനെ എടുക്കുന്നു. അതാണല്ലോ ചെയ്യുന്നുള്ളത്.
ഓക്കെ, ഇനി സെക്കൻഡ് വരുമ്പോഴത്തേക്ക് നമ്മളിവിടെ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം ലോ പ്രോക്സിമിറ്റി എന്നുള്ളതാണ്. അപ്പോൾ ലോ പ്രോക്സിമിറ്റി എന്ന് വെച്ചാൽ കുറച്ച് സാമ്യതയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് പ്രധാനമായിട്ട് ലോ പ്രോക്സിമിറ്റി സ്റ്റേറ്റ് ദ വെൻ ഒബ്ജക്റ്റ് അപ്പിയർ ക്ലോസ് ടു ഓൺ അനദർ ദേ ടെൻഡ് ടു പെർസീവ്ഡ് എ ഗ്രൂപ്പ്. അപ്പോൾ നമുക്കിവിടെ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, സോ ദ ലോ പ്രോക്സിമിറ്റിയിൽ വന്നിട്ട് ഈ ചിത്രങ്ങളിലേക്ക് നിങ്ങളൊന്ന് നോക്കൂ. ദ ലോ പ്രോക്സിമിറ്റി സ്റ്റേറ്റ് ദാറ്റ് വെൻ ഒബ്ജക്റ്റ് അപ്പിയർ ക്ലോസ് ടു ഓൺ അനദർ, ഓരോന്നും മറ്റൊന്നിൽ നിന്നും ക്ലോസ് ആയിട്ട് നിൽക്കുവാണ്, അടുത്തിട്ടുള്ള ചിത്രങ്ങളാണ്. പക്ഷേ ഇവയെല്ലാം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഇത് വ്യത്യസ്ത തലത്തിലാണെങ്കിലും ആക്ച്വലി നമ്മളിതിനെ പ്രതിനിധീകരിക്കുന്നത് അല്ലേ, അതായത് ഒബ്ജക്റ്റ് അപ്പിയർ ക്ലോസ് ടു ഒൺ അനദർ ദേ ടെൻഡ് ടു പ്രിസീവ്ഡ് ആസ് എ ഗ്രൂപ്പ്, ഒരു ഗ്രൂപ്പായിട്ടല്ലേ, അതായത് ഇത് ഓരോന്നും ഓരോ വ്യത്യസ്ത തലത്തിലുള്ള ചിത്രങ്ങളാണ്, വ്യത്യസ്ത തലത്തിലുള്ള ഗ്രൂപ്പായിട്ട് ഇങ്ങനെ ഓരോന്നായിട്ട് വന്നിരിക്കുകയാണ്. പക്ഷെ നമ്മൾ ഈ മൊത്തത്തിൽ ഒരു ഗ്രൂപ്പായിട്ട് ഇതിനെ നമ്മളങ്ങ് ചിത്രീകരിച്ചെടുക്കും. ഇതൊക്കെ തന്നെ ഓരോ ഗ്രൂപ്പാണ്, ഒരൊറ്റ ഗ്രൂപ്പാണെന്ന് നമ്മൾ പ്രതിനിധാനം ചെയ്യും. മനസ്സിലായല്ലോ? അപ്പോൾ ഇത് വിവിധ അംശങ്ങളായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ആക്ച്വലി നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയേ, വിവിധ പാർട്ടുകളായിട്ടാണ് ഈ ഫോംസുകൾ വന്നിരിക്കുന്നത് ആക്ച്വലി. പക്ഷെ നമ്മളിവിടെ എങ്ങനെയാണ് ചിത്രീകരിക്കുന്നത്? നമ്മൾ ഒരൊറ്റ ഗ്രൂപ്പായിട്ട് നമ്മളിതിനെ പ്രതിനിധീകരിക്കുന്നു, നമ്മളിതിനെ കാണുന്നു. അത് നമ്മുടെ പ്രത്യക്ഷണത്തിൽ നമ്മുടെ ദൃഷ്ടിയിൽ അങ്ങനെയാണ് നമ്മൾ പ്രത്യക്ഷണം ചെയ്ത് വയ്ക്കുന്നത്. വിവിധ പാർട്ടുകളായിട്ട് കാണിച്ചിരിക്കുന്നെങ്കിലും നമ്മളിവിടെ ഒരൊറ്റ സെറ്റ് മീൻസ് ഒരു ഗ്രൂപ്പായിട്ട് നമ്മളിതിനെ പ്രതിനിധാനം ചെയ്യും. അതായത് ഓളായിട്ടാണ് നമ്മളിതിനെ ഒരു ഗ്രൂപ്പുകളായിട്ടാണ് വയ്ക്കുന്നത്, അല്ലാതെ യഥാർത്ഥത്തിൽ ഇത് വെറും പാർട്ടുകളായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. പക്ഷെ നമ്മുടെ ഉൾക്കാഴ്ചയിലൂടെ നമ്മളിവിടെ എങ്ങനെ ചെയ്യുന്നു? ഒരൊറ്റ സെറ്റ് ഗ്രൂപ്പായിട്ട് നമ്മൾ ഇതിനെ പ്രദാനം ചെയ്യുന്നു. മനസ്സിലായല്ലോ? ദെൻ വരുന്ന ലോ ക്ലോസറാണ്. ഇത് ലോ ക്ലോസർ എന്ന് വെച്ചാൽ കുറച്ച് തുറന്ന ചിത്രങ്ങളാണ് കാണിച്ചിരിക്കുന്നത് ആക്ച്വലി അല്ലേ. ദ പീപ്പിൾ ടെൻഡ് ടു ഫിൽ ഇൻ ബ്ലാങ്ക്സ് ടു പ്രിസീവ് കംപ്ലീറ്റ് ഒബ്ജക്റ്റ് വെനെവർ ദ എക്സ്റ്റേണൽ സ്റ്റിമുലി പാർഷ്യലി മാച്ചസ് ദാറ്റ് ഒബ്ജക്ട്സ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട അതായത് സമ്പൂരണം, നമ്മളിതിനെ എന്ത് ചെയ്യുന്നു? തുറക്കപ്പെട്ട ചിത്രങ്ങളെ നമ്മളാൽ അടയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു ചിത്രം കണ്ടപ്പോഴത്തേക്ക് സർക്കിളിലും ട്രയാങ്കിളിലൊക്കെ ഉള്ള ചിത്രങ്ങളെല്ലാം തന്നെ തുറന്ന രൂപങ്ങളാണ് കാണിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ തുറന്നു കിടക്കുന്ന ഈ അഗ്രങ്ങളെ നമ്മൾ എന്ത് ചെയ്യുന്നു? കൂട്ടി യോജിപ്പിക്കുന്നു. മനസ്സിലായല്ല? ആ വിടവുകൾ നമ്മൾ ഫില്ലപ്പ് ചെയ്യുന്നു. അങ്ങനെ പക്ഷെ നമ്മൾ ആക്ച്വലി ഫില്ലപ്പ് ചെയ്യല്ല, നമ്മുടെ ഇൻസൈറ്റിലൂടെ നമ്മൾ സ്വയം ഫില്ലപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഒരു ചിത്രം കാണുമ്പോൾ സർക്കിളായിട്ടാണ് നമ്മളവിടെ പ്രതിനിധീകരിക്കുന്നത്. സർക്കിളിൻ്റെ തുറന്ന രൂപങ്ങളൊന്നും നമ്മുടെ ദൃഷ്ടിയിലേക്ക് വരില്ല. അപ്പം നമ്മളിതിനെ സർക്കിളായിട്ടും അല്ലെങ്കിൽ ട്രയാങ്കിളായിട്ടും ഒക്കെ തന്നെ സ്ക്വയറായിട്ടുമേ നമ്മൾ ചിത്രീകരിക്കത്തുള്ളൂ. ആക്ച്വലി അത് കാണിച്ചിരിക്കുന്ന എല്ലാം എന്താ പറയുന്നത്, ഓപ്പൺ ചെയ്തിരിക്കുന്നു പല ഭാഗത്തും. പക്ഷേ അതൊരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു വൃത്തം മീൻസ് ഒരു സർക്കിളായിട്ടോ ഒരു ട്രയാങ്കിളായിട്ടോ നമ്മൾ പ്രതിനിധീകരിക്കും. ദാറ്റ് ഈസ് ദ ലോ ഓഫ് ക്ലോസർ. ദ പീപ്പിൾ ടെൻഡ് ടു ഫിൽ ദ ബ്ലാങ്ക്സ് ടു പ്രിസീവ് ദ കംപ്ലീറ്റ് ഒബ്ജക്റ്റ് വെനെവർ ദ എക്സ്റ്റേണൽ സ്റ്റിമുലി പാർഷ്യലി മാച്ചസ് വിത്ത് ദ ഒബ്ജക്റ്റ്. ഇനി വരുന്ന ലോ ഓഫ് കണ്ടിന്യൂറ്റിയാണ്, അതായത് തുടർച്ചയാണ്. അതായത് തുടർച്ച എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ അർത്ഥം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ആക്ച്വലി ഇത് വന്നിട്ട് ദ ഇൻഡിവിജ്വൽ എലമെൻറ്റ്സ് ഓഫ് ദ കോൺഫിഗറേഷൻ സോ ദാറ്റ് ദേ ഫോം ദ കണ്ടിന്യൂസ് പാറ്റേൺ ദാറ്റ് മേക്ക് സെൻസ് ഓഫ് അസ്. അതായത് നമ്മൾ ഇവിടെ ഈ ഒരു ചിത്രത്തിലേക്ക് നോക്കുമ്പോഴത്തേക്ക് നമ്മൾ ഇതിനെ ഒരു കണ്ടിന്യൂറ്റി തുടർച്ചയായിട്ട് ഈ ചിത്രം ഇങ്ങനെ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ ഒരു ചിത്രം അല്ലാതെ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന സ്പൈറൽ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. അത് പ്രൊഫസർ സ്പൈറലിൻ്റെ ചിത്രമൊക്കെ തന്നെ ഇങ്ങനെ റൗണ്ട് ഷേപ്പിന് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. അത് ആക്ച്വലി നമ്മൾ ആ ഒരു സ്പൈറൽ ചിത്രമായിട്ട് നമുക്ക് ആ തുടർച്ചാബോധം നമുക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രതിനിധീകരിച്ചെടുക്കുകയാണ് നമ്മുടെ ഇഷ്ടപ്രകാരം. ആക്ച്വലി അതൊരു സ്പൈറലിൻ്റെ ഒരു ചിത്രമൊന്നും അല്ല. പക്ഷെ നമ്മൾ അതിനെ എങ്ങനെ ചിത്രീകരിക്കും? നമുക്ക് നമ്മുടെ ഇൻസൈറ്റിലൂടെ നമ്മൾ കണ്ടിന്യൂറ്റി ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു തുടർച്ച നമുക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് പാകത്തിൽ നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നു? ആസ് എ ഇൻഡിവിജ്വൽ എലമെൻറ്റ്സ് ഓഫ് കോൺഫിഗറേഷൻ സോ ദാറ്റ് ദേ ഫോം ദ കണ്ടിന്യൂസ് പാറ്റേൺ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമുക്കൊരു തുടർച്ചത കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ പാകത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ചിത്രത്തെ അടുത്ത ഭാഗം അല്ല തുടർച്ച ഉണ്ട് അല്ലെങ്കിൽ ഫോം ദ കണ്ടിന്യൂസ് പാറ്റേൺ, ഇതൊരു കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ച ചിത്രങ്ങളായിട്ട് നമ്മൾ ഇതിനെ പ്രതിനിധീകരിക്കുന്നു. മനസ്സിലാവുന്നില്ല? അങ്ങനെയുള്ളൊരു ചിത്രമാണ് ഇതാ ഇവിടെ കാണിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ മറ്റൊരു എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളെല്ലാവരും പ്രൊഫസർ സ്പൈറലിൻ്റെ ഒരു ചിത്രം അല്ലേ, ആ ഒരു ചിത്രത്തിൽ നിങ്ങൾ പ്രൊഫസറുടെ ചിത്രം നിങ്ങൾക്ക് വളരെയധികം പ്രൊഫസർ സ്പൈറൽ എന്ന് പറയുന്ന ഒരു ചിത്രം അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഇതൊരു കണ്ടിന്യൂറ്റി ഉണ്ടാക്കിയെടുക്കുകയാണ്. നമ്മൾ ആ ചിത്രത്തിലേക്ക് നോക്കി അതിനൊരു കണ്ടിന്യൂറ്റി നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ എല്ലാ ലോസിലൂടെ നമുക്ക് മനസ്സിലാക്കിയിരിക്കുന്നത് നമ്മുടെ ഊഹങ്ങൾ അല്ലേ, നമ്മൾ സ്വയം വ്യാഖ്യാനിക്കുന്നു. നമ്മുടെ ഊഹങ്ങളും നമ്മുടെ കുറച്ച് എന്താ പറയുന്നത് നമ്മുടെ പ്രതീക്ഷകളിലൊക്കെ തന്നെ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ പെർസെപ്ഷന് നമ്മുടെ പ്രത്യക്ഷണത്തിന് വിധേയമാക്കുന്നു അല്ല. അതല്ലേ അത് വസ്തുക്കളെ നാം എങ്ങനെയാണോ കാണുന്നത്
അതുപോലെയല്ല, മറിച്ച് നാം എങ്ങനെയാണോ അതുപോലെയാണ്. മനസ്സിലായില്ലേ? നമ്മൾ വസ്തുക്കളെ കാണുന്നത് അതെങ്ങനെ, നമ്മുടെ ദൃഷ്ടിയിൽ എങ്ങനെയാണോ അതിനനുസരിച്ചാണ്. സാധാരണ അങ്ങനെയല്ലേ പറയാറില്ല. അപ്പോൾ ആ ഒരു കാര്യം മാത്രം ഒന്ന് ചിന്തിച്ചാൽ മതി. വസ്തുക്കൾ ഇപ്പം ഞാൻ പറഞ്ഞത് തുറന്ന രൂപങ്ങളായിരിക്കും ചിലതൊക്കെ, പക്ഷേ നമ്മളതിൻ്റെ പ്രത്യക്ഷണം ചെയ്യുന്നത് ഒരടഞ്ഞ രൂപമായിട്ടൊരു എന്താ പറയുന്നത്, ഒരു സർക്കിളായിട്ടോ സ്പൈറലായിട്ടോ. ഇപ്പം തന്നെ കണ്ടില്ലോ, ഇവിടെ നമ്മൾ കണ്ടിന്യൂറ്റി നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. നമ്മുടെ പ്രത്യക്ഷണത്തിന് വിധേയമായ ചിത്രങ്ങളെ നമ്മളൊരു കണ്ടിന്യൂറ്റി ഇവിടെ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതാണ് ലോ ഓഫ് തുടർച്ച അഥവാ തുടർച്ചാ നിയമം അഥവാ കണ്ടിന്യൂറ്റി, ലോ ഓഫ് കണ്ടിന്യൂറ്റി എന്നറിയപ്പെടുന്നത്. മനസ്സിലായി എന്ന് തോന്നുന്നു. ദെൻ വരുന്ന എഡ്യൂക്കേഷൻ ഇംപ്ലിക്കേഷൻസ് ഓഫ് ദ ഗെസ്റ്റാൾട്ട് ലോ അതോ ഇൻസൈറ്റ് തിയറിയുടെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്താ പറയുന്ന എഡ്യൂക്കേഷൻ ഇംപ്ലിക്കേഷൻസുകളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അവിടുത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ ഇംപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്, ഫ്രോം ഓൾ ടു പാർട്ട്. ഇവിടെ നമ്മൾ എടുക്കുന്നത് എന്താണ് കുട്ടികളെ, നമ്മൾ ഓൾ പാർട്ടിൽ നിന്നും സമഗ്ര രൂപത്തിൽ നിന്ന് അംശങ്ങളിലേക്കാണ് എടുക്കുന്നത്. അതിന് എക്സാമ്പിളൊക്കെ ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങൾക്ക്. ഇനി കുട്ടികളുടെ ഒരു പ്രോബ്ലം സോൾവിങ് അപ്രോച്ച് എന്ന് വെച്ചാൽ ഏതൊരു പ്രശ്നം കിട്ടിയാലും ആ പ്രശ്നത്തെ പരിഹരിക്കണം, അല്ലേ? പരിഹരിക്കാനാണ് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ കോഹ്ലറുടെ എക്സ്പെരിമെൻറ്റേഷൻ വിത്ത് ദ ചിമ്പാൻസി, അവൻ എങ്ങനെയാണ് അവൻ്റെ കയ്യിലിരിക്കുന്ന സ്റ്റിക്കും പിന്നെ വാഴപ്പഴവും തമ്മിലുള്ള ഒരു ബന്ധം ഉണ്ടാക്കിയെടുത്തത്, അതിൻ്റെ ഒരു സ്ഥാനം അവൻ കൃത്യമായിട്ട് നിർണ്ണയിച്ചത്. അതിലൂടെയല്ല അവൻ മനസ്സിലാക്കി എന്താണ് ആശയമെന്ന്. അപ്പോഴല്ലേ പെട്ടെന്ന് തന്നെ ഒരു ഇൻസൈറ്റ് അവനിലേക്ക് വന്നത്, ആ ആശയം. അങ്ങനെ നമ്മൾ ഏതൊരു പ്രശ്നം കിട്ടിയാലും അതിനെ പരിഹരിക്കാനുള്ള കഴിവ് നമുക്ക് ഉണ്ടാക്കേണ്ടത്. പ്രോബ്ലം സോൾവിങ് അപ്രോച്ച് ടുവേഴ്സ് എനി പ്രോബ്ലം വി ഹാവ് ടു ഫേസ് ഇറ്റ്, അല്ലേ? ഇത് ഇൻ യുവർ ക്ലാസ് റൂം ആൾസോ. അങ്ങനെ കുട്ടികൾക്ക് ആ ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കുന്നതിന് വളരെ കഴിയും. ക്രിയേറ്റിംഗ് മോട്ടിവേഷൻ ഫോർ ദ സ്റ്റുഡൻസ് എന്ന് വെച്ചാൽ കുട്ടികൾക്ക് നമുക്ക് ഇവിടുത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വിദ്യാഭ്യാസത്തിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത് നമുക്ക് കുട്ടികൾക്ക് പരമാവധി ഒരു ക്യൂരിയോസിറ്റി, കുട്ടികൾക്ക് നമ്മൾ വി ഹാവ് ടു പ്രൊവൈഡഡ് ദം, നമുക്ക് എന്താ പറയുന്നത്, കുട്ടികൾക്ക് ക്യൂരിയോസിറ്റി ഉണ്ടാക്കിയെടുക്കുന്നതിനുള്ള ഒരു എൻവയോൺമെൻറ്റിലൊക്കെ തന്നെ ഉണ്ടാക്കി കൊടുക്കുക എന്ന് വെച്ചാൽ നമ്മൾ കൊണ്ടുപോരുന്ന ആ പ്രോബ്ലം അങ്ങനെ ആയിരിക്കണം. ക്യൂരിയോസിറ്റി, മെൻറ്റാലിറ്റി, ഒബ്സർവ് ഇൻ യുവർ കോഗ്നിറ്റീവ് എന്ന് വെച്ചാൽ അവൻ്റെ വൈജ്ഞാനിക ഘടനയിലേക്ക് ക്യൂരിയോസിറ്റി ഉണ്ടാക്കിയെടുക്കുക. വി ഹാവ് ടു പ്രൊവൈഡ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എന്ത് കൊടുക്കുക, അവർക്ക് കുറച്ച് മോട്ടിവേഷൻ വി അപ്ലൈ, അല്ലേ? അവർക്ക് മോട്ടിവേഷൻ ഇങ്ങനെ കൊടുത്തുകൊണ്ടേ ഇരിക്കുക, അല്ലെ? ക്രിയേറ്റിംഗ് മോട്ടിവേഷൻ്റെ ഇൻ യുവർ ക്ലാസ് റൂം ആൾസോ. ഇനി ദെൻ വരുന്ന ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ച്. ഇൻ്റഗ്രേറ്റഡ് എന്ന് വെച്ചാൽ ഒരു സംയോജിത സമീപനം. ക്ലാസ് റൂമിൽ നമ്മൾ എന്ത് വിഷയം പഠിപ്പിച്ചാലും അതൊരു ഒറ്റപ്പെട്ട രീതിയിൽ എൻ്റെ കണ്ടൻറ്റ് പഠിപ്പിക്കാനേ പാടുള്ളതല്ല, മറിച്ച് അവയൊരു സമഗ്ര രൂപമായിട്ട് വേണം നമ്മൾ കുട്ടികളുടെ അടുത്തേക്ക് എത്തിക്കാൻ. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞപ്പോൾ ഒരു പുഷ്പഭാഗം പഠിപ്പിക്കുകയാണ്, അവിടെയൊക്കെ തന്നെ ആ പുഷ്പത്തെ പൂർണ്ണമായിട്ടും ചിത്രീകരിച്ച് കൊണ്ടുവന്ന് കുട്ടികളുടെ മുന്നിൽ പുഷ്പത്തെ കാണിക്കുക, അതിനെ പ്രദർശിപ്പിച്ച് കാണിക്കുക. അപ്പോൾ അവർക്ക് അവരുടെ മെൻറ്റാലിറ്റിയിൽ ഒരു സമഗ്ര രൂപം കിട്ടിക്കഴിഞ്ഞു. ഇനി അത് പഠിക്കാൻ എളുപ്പമാണ് പാട്ടുകളായിട്ട്. അങ്ങനെ വേണ്ടിയിട്ടില്ല. അങ്ങനെ ഒരു ഇൻറ്റഗ്രേറ്റഡ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി ദെൻ അനദർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഇവിടുത്തെ എഡ്യൂക്കേഷൻ ഇംപ്ലിക്കേഷൻ ഈസ് ദാറ്റ് നമ്മൾ കൊടുക്കുന്ന ഇൻസൈറ്റിന് കൊടുക്കുന്ന പ്രാധാന്യം. നമ്മൾ ഇൻസൈറ്റിന് കൊടുക്കുന്ന, ഇൻസൈറ്റ് എന്ന് വെച്ചാൽ ധാരണയ്ക്ക് കൊടുക്കുന്ന ഊന്നൽ. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ, ധാരണയ്ക്ക് നമ്മൾ കൊടുക്കുന്ന പ്രാധാന്യം ഇവിടെ എടുത്തു പറഞ്ഞിട്ടുള്ളതാണ്. ഗോൾ ഓറിയൻറ്റേഷൻ എന്ന് വെച്ചാൽ ഒരുപിടി ലക്ഷ്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ ഇതിലൂടെ കഴിയുന്നു. പിന്നെ ഞാനൊരു പോയിൻ്റ് എടുത്ത് പറഞ്ഞ് നിങ്ങൾ പഠിച്ചോണം, വി ഗീവ് ദം ഇൻസൈറ്റ് ലേണിംഗ് എന്ന് വെച്ചാൽ അവരുടെ ധാരണയ്ക്ക് നമ്മൾ ഊന്നൽ. ഏതൊരു കാര്യം പഠിച്ചാലും വെറുതെ അങ്ങനെ റോട്ട് മെമ്മറൈസേഷനെ പോലെ നമ്മൾ കാണാപ്പാഠം പഠിക്കേണ്ട. ഇറ്റ് ഈസ് നോട്ട് എ മെക്കാനിക്കൽ ഐഡിയ. എഡ്യൂക്കേഷൻ ഈസ് ഓൾവേസ് ഗീവ്. നമ്മൾ വിദ്യാഭ്യാസ ലേണിംഗ് എന്ന് പറയുന്നത് നമ്മൾ എന്താണ്, ഇറ്റ് ഈസ് എൻ ഇൻസൈറ്റ്ഫുൾ ലേണിംഗ് ആയിട്ട് എടുക്കുക. ഇറ്റ് ഈസ് നോട്ട് എ റോട്ട് മെമ്മറൈസേഷൻ. അപ്പോൾ അവർക്ക് നമുക്ക് ആ ഒരു അത്തരത്തിലുള്ളൊരു കോൺസെപ്റ്റാണ് നമുക്ക് വളർത്തിയെടുക്കേണ്ടിയിട്ടുള്ളത്. ദെൻ പ്രോബ്ലം സോൾവിങ് മെൻറ്റാലിറ്റി ഓഫ് ദി സ്റ്റുഡൻസ് ആൾസോ ബെറ്റർ. ഇതൊക്കെ തന്നെ ഇമ്പ്രൂവ്മെൻറ്റൈസേഷൻ ചെയ്തെടുക്കാൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദിസ് ഇൻസൈറ്റ്ഫുൾ ഓർ ദ ഗെസ്റ്റാൾട്ട് ലേണിംഗ് തിയറിയുടെ സഹായത്താൽ കഴിയും എന്നുള്ളതാണ്. ഓക്കെ, ദെൻ ഇനി വരുന്നത് ഫീൽഡ് തിയറി ഓഫ് ലേണിംഗ്. കട്ലെവിൻ കൊണ്ടുവന്നതാണ് മറ്റൊരു പഠനത്തിലെ ക്ഷേത്ര സിദ്ധാന്തം. അപ്പോൾ ഈ ഒരു ആശയം കൊണ്ടുവന്നിട്ടുള്ളത് ആരാണ്? കട്ലെവിൻ ഇസ് ദ മെയിൻ പ്രൊപ്പണന്റ് ഓഫ് ദ തിയറി. ലെവിൻ നോൺ ആസ് ദ ഫാദർ ഓഫ് മോഡേൺ സോഷ്യൽ സൈക്കോളജി. മോഡേൺ സോഷ്യൽ സൈക്കോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് കട്ലെവിനാണ്. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി കട്ലെവിൻ്റെ തിയറിയിലേക്ക് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ കടക്കുകയാണ്. അക്കോർഡിംഗ് ടു കട്ലെവിൻ ലേണിംഗ് ഡിപ്പെൻഡ് അപ്പോൺ ദ പ്രിസിപ്ഷൻ ആൻഡ് പ്രിസിഷൻ ഇൻ ദ ഇൻസൈറ്റ്ഫുൾ പ്രോസസ്. ദേഹവും പ്രത്യക്ഷണത്തിന് മറ്റെല്ലാവരെയും പോലെ ദേഹം വളരെ പ്രാധാന്യം കൊടുത്തു. പക്ഷേ ഇവിടെ അദ്ദേഹം പ്രിസിപ്ഷൻ മീൻസ് പ്രത്യക്ഷണം. നമ്മൾ നേരത്തെ എല്ലാ ഇൻസൈറ്റ്ഫുൾ പിന്നെ നമ്മുടെ സൈക്കോളജിസ്റ്റുകളും പ്രത്യക്ഷണത്തിന് പ്രാധാന്യം കൊടുത്തുവെങ്കിലും ഇദ്ദേഹം കൊണ്ടുവരുന്ന ആ ഫീൽഡ്
എന്ന് പറയുന്നത്, ഇദ്ദേഹത്തിൻ്റെ ഫീൽഡ് എന്ന് പറയുന്നത് എന്താ പറയുന്നത്, നമ്മുടെ ലൈഫ് സ്പേസ്, നമ്മുടെ ജീവിത രംഗത്തിനാണ് അദ്ദേഹം പ്രാധാന്യം കൊടുത്തത്. ഈ സെഡ് ദ പെർസെപ്ഷൻ, ഓർഗനൈസേഷൻ ആൻഡ് റീ ഓർഗനൈസേഷൻ ഓഫ് ലൈഫ് സ്പേസ് ഈസ് കോൾഡ് ദ ലേണിംഗ് ലൈക്ക് എ ഗെസ്റ്റാൾട്ട് സൈക്കോളജിസ്റ്റ്. ലെവിൻ ആൾസോ ബിലീവ് ഇൻ ദ സ്റ്റഡി ഓഫ് ദ ഓൾ. അദ്ദേഹവും നമ്മുടെ ഇൻസൈറ്റ്ഫുൾ സൈക്കോളജിസ്റ്റിനെ പോലെ തന്നെ ഓളിന് വളരെ പ്രാധാന്യം കൊടുത്തു, സമ്പൂർണ്ണതയ്ക്ക് പ്രാധാന്യം കൊടുത്തു. ആൻഡ് ഈ ആൾസോ ഗീവ് ടു മച്ച് ഇമ്പോർട്ടൻറ്റ്, പെർസെപ്ഷന് പ്രാധാന്യം കൊടുത്തു എങ്കിലും പക്ഷെ അദ്ദേഹം പറഞ്ഞത് ഒരു വ്യക്തിക്കൊരു പ്രത്യക്ഷണത്തിന് ഒരു ആശയമുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ആ ഒരു വ്യക്തിയുടേതായിട്ടുള്ളൊരു ക്ഷേത്രം, ഒരു ഫീൽഡ് ഉണ്ട്. ആ ഫീൽഡ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജീവിത രംഗമാണ്, ലൈഫ് സ്പേസ് ആണ്. ആ ലൈഫ് സ്പേസിനെ നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന് നമുക്ക് മാറ്റിക്കൊണ്ടു പോകാൻ കഴിയത്തില്ല. വിതൗട്ട് യുവർ സൊസൈറ്റി യുവർ ലേണിംഗ് ഈസ് കനോട്ട് അക്കംപ്ലിഷ്മെൻറ്റ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്ന് വെച്ചാൽ നമ്മുടെ സൊസൈറ്റിയുടെ ഹെൽപ്പ് ഇല്ലാതെ സൊസൈറ്റിയിലുള്ള നമ്മുടെ ജീവിതരംഗം, അത് സൊസൈറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് എൻ്റെ ആ ഒരു ചുറ്റുപാടിൻ്റെ പരിസ്ഥിതി, അതിലൂടെ ഞാൻ ആർജിച്ചെടുക്കുന്ന അറിവ്, അതാണ്. അക്കോർഡിംഗ് ടു ഹിം ലേണിംഗ് ഈസ് റീ ഓർഗനൈസേഷൻ ഓഫ് ദ കോഗ്നിറ്റീവ്, നമ്മുടെ കോഗ്നിറ്റീവ് സ്ട്രക്ചറിൻ്റെ റീ ഓർഗനൈസേഷനാണ് ഇതെന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദ ലേണിംഗ്. ലെവിൻ ട്രൈഡ് ടു എക്സ്പ്ലെയിൻ ദ സെൻട്രൽ ഫാക്ടർ. അദ്ദേഹം ഒരു കേന്ദ്ര ആശയത്തെ ചിത്രീകരിക്കുന്നതിനാണ് ഏറ്റവും പ്രാധാന്യം കൊടുത്തത്. എന്താണോ അതിൻ്റെ ഒരു സെൻട്രൽ ആയിട്ടുള്ള ഫാക്ടർ എന്ന് വെച്ചാൽ കേന്ദ്ര ആശയം, കേന്ദ്ര ഘടകം എന്താണോ. ആൻഡ് ആൾസോ ദ ഫോർമൽ ഗെസ്റ്റാൾട്ട് നാം ദ ഫീൽഡ്. ഈ കേന്ദ്ര ആശയത്തെയാണ് അദ്ദേഹം ഒരു ഫീൽഡ്, ഒരു ക്ഷേത്രം അല്ലെങ്കിൽ എന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നത്. മനസ്സിലായല്ലോ? എന്ന് വെച്ചാൽ നിങ്ങൾ വേറൊന്നും മനസ്സിലാക്കേണ്ട, ഇത്രയേ ഉള്ളൂ കുട്ടികളെ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എൻ്റെ കസേരയ്ക്കടിയിൽ ഒരു പാമ്പുണ്ട് എന്ന് ആ വ്യക്തി വിശ്വസിച്ചാൽ പാമ്പ് അയാളുടെ വിത്ത് ദ പാർട്ട് ഓഫ് ദിയർ ലൈഫ് സ്പേസ്, എൻ്റെ ജീവിതരംഗത്തിൻ്റെ ഭാഗമായി. അത് അയാളുടെ ആ ഒരു വ്യവഹാരത്തെ, ആ ഒരു ബിഹേവിയറിനെ എന്ത് ചെയ്യും? അഡാപ്റ്റ് ചെയ്യും, മീൻസ് ചേഞ്ച് ചെയ്യും. എന്നാൽ എൻ്റെ പ്രത്യക്ഷണത്തിന് പാത്രമാകാത്ത വസ്തു എന്ന് വെച്ചാൽ എൻ്റെ പ്രസിഷന് യാതൊരു തരത്തിലും ഇൻവോൾവ്ഡ് ആവാത്തൊരു വസ്തു എൻ്റെ എത്ര അടുത്തുണ്ടായാൽ പോലും അത് ഇത് എൻ്റെ എന്താ പറയുന്നത്, എൻ്റെ ജീവിതരംഗത്തിൻ്റെ പാർട്ടല്ല ആ വസ്തു, അല്ലേ? അത് അയാൾ മനസ്സിലാക്കണം. ആ കസേരയ്ക്കടിയിൽ പാമ്പുണ്ടെന്ന് ആ വ്യക്തി വിശ്വസിച്ചാൽ പാമ്പ് അയാളുടെ ജീവിതരംഗത്തിൻ്റെ ഭാഗമായി.